അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് ആണ്. വാട്ട് ഈസ് തെർമോഡൈനാമിക്സ്? അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൽ ഇലക്ട്രോ മാഗ്നറ്റിസം, അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിനകളെ കുറിച്ച് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ ഫിനോമിനകളെ കുറിച്ച് ഒപ്റ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ന്യൂട്ടൺസ് ലോസ് ആൻഡ് മോഷൻസിനെ കുറിച്ച് മെക്കാനിക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫിസിക്സിൻ്റെ ഓരോ ബ്രാഞ്ചാണ്. നമ്മൾ എവിടെയാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് അതിനനുസരിച്ച് ഫിസിക്സിനെ ഒരുപാട് ബ്രാഞ്ചായി തിരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു മാറ്ററിനെ മാക്രോസ്കോപ്പിക്കലി സ്റ്റഡി ചെയ്യുന്ന, അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു മാറ്ററിൻ്റെ മാക്രോസ്കോപ്പിക്കലി നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ആ മാറ്ററിനെ സ്റ്റഡി ചെയ്യുകയാണ്. അല്ലാതെ അതിൻ്റെ ഇൻ്റർ അറ്റോമിക് സ്ട്രക്ചറിലേക്ക് പോയി അങ്ങനത്തെ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല. മാക്രോസ്കോപ്പിക്കലി ഉള്ള ഒരു അപ്രോച്ചാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ അതിൻ്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി, അങ്ങനെയൊക്കെ ഉള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ ആ മാറ്ററിൻ്റെ സ്റ്റഡി ചെയ്യുന്നത് ഇവിടെ. അപ്പം നമ്മളിനി തെർമോഡൈനാമിക്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടെ കാണാൻ പോകുന്ന രണ്ട് വേർഡ്സാണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വേർഡ്സാണ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് നടത്തുന്നത് എവിടെയാണ്, ആ ഒരു റീജിയനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സറൗണ്ടിങ്സ് പറഞ്ഞാൽ എന്താണ് സിസ്റ്റത്തിന് പുറമേയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം? സറൗണ്ടിങ്സ് വിളിക്കാം. ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും ചേർന്നതാണ് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും, ഈ ഫിഗർ കാണിച്ചതിന് ക്ലിയർ ആണ്. അതായത് ബീക്കറിൽ നമ്മളൊരു വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, കുറച്ച് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വാട്ടറിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ദാറ്റ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ നമ്മുടെ സ്റ്റഡി നടക്കുന്നത് ആ വാട്ടറിലാണ്. അപ്പോൾ വാട്ടറാണ് നമ്മുടെ സിസ്റ്റം. ആൻഡ് ആ സിസ്റ്റത്തിന് പുറത്ത് ബാക്കിയുള്ള ഭാഗത്തെ, യൂണിവേഴ്സിൻ്റെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? സറൗണ്ടിങ്സ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറി മുഖേനയാണ് ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ച്, മാറ്റർ എക്സ്ചേഞ്ച് ഒക്കെ പോസിബിൾ ആണെങ്കിൽ നടക്കുക. ഇപ്പോൾ അതായത് ആ ബൗണ്ടറിയുടെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ചിരിക്കും അത് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് സിസ്റ്റവും സറൗണ്ടിങ്ങും. പിന്നെ മെയിനായിട്ട് നമുക്ക് സിസ്റ്റത്തെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും: ക്ലോസ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് ക്ലോസ് സിസ്റ്റം? ക്ലോസ് സിസ്റ്റം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ക്ലോസ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എനർജി മാത്രമേ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ട്രാൻസ്ഫറിങ് നടക്കുന്നുള്ളൂ. മാറ്റർ ട്രാൻസ്ഫറിങ് അലൗഡ് അല്ല ക്ലോസ് സിസ്റ്റത്തിൽ. ഓപ്പൺ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി ആയിക്കഴിഞ്ഞാലും മാറ്റർ ആയിക്കഴിഞ്ഞാലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. രണ്ടിനും എക്സ്ചേഞ്ച് നടക്കുന്നതാണ് ഓപ്പൺ സിസ്റ്റത്തിൽ. ഐസൊലേറ്റഡ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും നടക്കില്ല. മാറ്റർ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ചോ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ നടക്കാത്ത സിസ്റ്റത്തെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുക. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് എക്സാമ്പിൾ നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ കുറച്ച് വാട്ടർ എടുത്ത് നമ്മളൊരു കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കുകയാണ്, അടച്ചു വെക്കാതെ ചൂടാക്കുകയാണെങ്കിൽ അവിടെ എന്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്? എനർജിയും, അതായത് ഹീറ്റിൻ്റെ രൂപത്തിൽ എനർജിയും അതുപോലെ തന്നെ മാറ്ററും സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മളപ്പോൾ വിളിക്കും ഓപ്പൺ സിസ്റ്റം. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളം നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വെള്ളം ചൂടാക്കുന്നതെങ്കിലോ, അപ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ മാത്രമേ നടക്കുള്ളൂ, അലൗഡ് ആയിട്ടുള്ളൂ. മാറ്റർ ട്രാൻസ്ഫർ നടക്കില്ല. ആ സിസ്റ്റത്തിൽ എന്തിന് എക്സാമ്പിളാണ്? ക്ലോസ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ വെള്ളം എവിടേക്ക് എടുക്കുക? ഫ്ലാസ്കിലേക്ക് അടച്ചു വെച്ച വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ എന്ത് രണ്ട് ട്രാൻസ്ഫറും നടക്കില്ല. ഹീറ്റ് ട്രാൻസ്ഫറും മാറ്റർ ട്രാൻസ്ഫറും അവിടെ അലൗഡ് അല്ല. അങ്ങനത്തെ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി എന്താണ് തെർമൽ ഇക്വിലിബ്രിയം? അതായത് രണ്ട് ഫിസിക്കൽ സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫറിങ് ഒന്നും നടക്കാൻ പാടില്ല. ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ രണ്ടാളും സെയിം ടെമ്പറേച്ചറിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ സെയിം ടെമ്പറേച്ചറിലല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. നമുക്കറിയാം, നമ്മൾ സാധാരണ പറയാറുള്ളതാണ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ ഇവിടെയും തെർമൽ ഇക്വിലിബ്രിയത്തിലല്ല ഈ രണ്ട് ഫിസിക്കൽ സിസ്റ്റം എന്നുണ്ടെങ്കിൽ ഹയർ ടു ലോവർ ടെമ്പറേച്ചർ ഹീറ്റ് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും.
അപ്പോൾ ഒരു മസ്റ്റ് കണ്ടീഷൻ നമുക്ക് എന്തു പറയാം, ഒരു സിസ്റ്റം, രണ്ട് സിസ്റ്റം തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ടെമ്പറേച്ചറുകൾ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, അവർ ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം ഇരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? The zeroth law of thermodynamics states that if two thermodynamic systems are each in thermal equilibrium with a third one, zeroth law of thermodynamics എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? The zeroth law of thermodynamics states that if two thermodynamic systems are in each thermal equilibrium with a third one, then they are in thermal equilibrium with each other. അതായത് എന്താ ഇവിടെ പറയുന്നത്, നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ആ ബ്ലാക്ക് ഷെയ്ഡിൽ കാണിച്ചിട്ടുള്ള എയ്ക്കും സിക്കും, ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടില്ല എയ്ക്കും സിക്കും ബിക്കും സിക്കും ഇടയിലൊരു ബ്ലാക്ക് ഷെയ്ഡിലൊരു വോള്, അതിനെ നമ്മൾ ഡയാതെർമിക് വോൾസ് എന്ന് വിളിക്കും. മറ്റേ ആ ഒരു ഷെയ്ഡിങ് ആയിട്ട് കാണിച്ചിരിക്കുന്ന കുറച്ച് തിക്നെസ് കൂടിയിട്ടുള്ള വോളില്ലേ എയ്ക്കും ബിക്കും ഇടയിൽ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, അത് അഡയാബാറ്റിക് വോൾസ് ആണ്. എന്താ അഡയാബാറ്റിക് വോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിൻ്റെയോ മാറ്ററിൻ്റെയോ ട്രാൻസ്ഫറിങ് ആ വോളിൽ കൂടെ നമുക്ക് സാധിക്കില്ല, അലൗഡല്ല. അങ്ങനത്തെ വോൾസാണ് അഡയാബാറ്റിക് വോൾസ്. ഇനി ആ ബ്ലാക്ക് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന വോളാണ് ഡയതെർമിക് വോൾ. അത് കൂടെ ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കും, പക്ഷെ മാറ്റർ ട്രാൻസ്ഫറിങ് നടക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്താ പറയുന്നത്, എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, അതുപോലെ ബിയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അത് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എയും സിയും ഒരേ ടെമ്പറേച്ചറിലാണ്, ബിയും സിയും ഒരേ ടെമ്പറേച്ചറിലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ തെർമൽ കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഡയാതെർമിക് ആയിട്ടുള്ളൊരു വോൾ വെച്ച് അവരെ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരും ഇതിൽ വരും, തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരും. അപ്പോൾ അതാണ് സീറോത്ത് ലോ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ പോകുന്നത് ടെമ്പറേച്ചർ പറഞ്ഞുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ്. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന മാക്രോസ്കോപ്പിക് ബോഡിയുടെ ഒരു ഹോട്ട്നെസ്സിൻ്റെ മെഷർമെൻറ്റ്, അത് എത്രത്തോളം ഹോട്ടറാണ് അല്ലെങ്കിൽ ഹോട്ടർ അല്ല, ആ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെമ്പറേച്ചർ. ആ ഒരു മെഷർ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. അതായത് കുറച്ചുകൂടി നമ്മൾ തെർമൽ ഇക്വിലിബ്രിയത്തെ ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ സെയിം ആണെങ്കിലാണ് നമുക്ക് ആ ബോഡീസ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റും ടെമ്പറേച്ചറും അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ഡിഫറെൻ്റ് ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം, രണ്ട് സിസ്റ്റത്തെ നമ്മൾ തെർമൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ അവർ തെർമൽ ഇക്വിലിബ്രിയത്തിൽ അല്ല ഇനീഷ്യലി എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത് നടക്കും, ഹയർ ടു ലോവർ ടെമ്പറേച്ചർ എന്തോ ഒന്ന് അവർ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും, അല്ലേ? അവർ തമ്മിൽ എന്തോ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് അറ്റൈൻ ചെയ്യും. ആ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഫോം ഓഫ് എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ എനർജി കണ്ടൻറ്റിനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ഈസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണെന്ന് നമ്മൾ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആ സിസ്റ്റം 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം ആൻഡ് ഓൾസോ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം? മെക്കാനിക്കൽ അതായത് സംതിങ് റിലേറ്റഡ് ടു ഫോഴ്സ്. ആ ഒരു ബോഡിയിൽ എക്സ്റ്റേണലായിട്ട്, അതായത് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി ബാലൻസ്ഡ് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തു പറയാൻ പറ്റും, അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാൻ പറ്റും. അതായത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും ആ ബോഡിയിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് നെറ്റ് ഫോഴ്സ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ബോഡി മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാറ്റർ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നും അണ്ടർഗോ ചെയ്ത് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിലൊന്നും മാറ്റം വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം എന്താണ്, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. തെർമൽ ഇക്വിലിബ്രിയം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇനി ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഏതൊക്കെ ഒബേ ചെയ്യണം? അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, ആൻഡ് ഓൾസോ ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം. ഇനി വാട്ട് ഈസ് തെർമോഡൈനാമിക്സ് വേരിയബിൾസ്? നമ്മൾ പറയുന്നുണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തെ നമ്മൾ പഠിക്കാം, മാക്രോസ്കോപ്പിക് സിസ്റ്റത്തെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നു. ആ മെഷറബിൾ പ്രോപ്പർട്ടീസാണ് എന്ത് പറയുന്നത്? തെർമോഡൈനാമിക് വേരിയബിൾസ്. അതായത് നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്ന പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി, ഇതൊക്കെ ആ സിസ്റ്റത്തെ സംബന്ധിക്കുന്ന അതിൻ്റെ മെഷറബിൾ ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് വേരിയബിൾ, അതിൻ്റെ സ്റ്റേറ്റ് നമുക്ക് പറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനത്തെ ഈ തെർമോഡൈനാമിക്സ് വേരിയബിൾസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് എക്സ്റ്റൻസീവ് വേരിയബിൾസും ഉണ്ട്, ഇൻറ്റൻസീവ് വേരിയബിൾസും ഉണ്ട്. ഈ എക്സ്റ്റൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്റ്റൻസീവ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് വോളിയം എടുക്കാം. വോളിയം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനൊരു 5 ml ഒരു സിസ്റ്റം, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം, അതിൻ്റെ വോളിയം 5 ml ആണ്. അടുത്തത് ഒരു സിസ്റ്റം, അതിൻ്റെ വോളിയം 10 ml ആണ്. ഈ രണ്ട് ഇൻഡിവിജ്വൽ സിസ്റ്റത്തെ തമ്മിൽ ഞാൻ മിക്സ് ചെയ്ത് കിട്ടുന്ന ആ കോമ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ വോളിയം എന്തായിരിക്കും? 15 ml. 5 + 10 15 ml ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി. അതായത് നമുക്ക് ഒരു കോമ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ എക്സ്റ്റൻസീവ് വേരിയബിൾ കിട്ടാൻ അതിൻ്റെ ഇൻഡിവിജ്വൽ സിസ്റ്റത്തിൻ്റെ എക്സ്റ്റൻസീവ് വേരിയബിളുകളെ തമ്മിൽ സം ചെയ്താൽ മതി. അതായത് ഇൻഡിവിജ്വൽ സിസ്റ്റത്തിൻ്റെ എക്സ്റ്റൻസീവ് വേരിയബിളുകളായിരുന്നു V1 V2, അതായത് 5 ml + 10 ml. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ രണ്ടും കൂടി കൂടിയ കോമ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ വോളിയമായിട്ടുള്ള 15 ml കിട്ടി. ഇനി ഇൻറ്റൻസീവ് വേരിയബിൾസ്, ഈ എക്സ്റ്റൻസീവ് വേരിയബിൾസിൽ വേറെ എക്സാമ്പിൾസ് ആണ് കേട്ടോ, ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി ഒക്കെ. ഇനി അടുത്തതാണ് ഇൻറ്റൻസീവ് വേരിയബിൾസ്. ഇൻറ്റൻസീവ് വേരിയബിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേരിയബിൾസ് ദാറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ്, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, അത് നമുക്ക് സൈസിനെ വെച്ച് നമുക്ക് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഫൈനൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് വേരിയബിൾസ് എന്ന് വിളിക്കുക. പ്രഷർ, ടെമ്പറേച്ചർ, സർഫസ് ടെൻഷനൊക്കെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് കാണുന്നത്. എന്താണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്? നിങ്ങൾ ഓൾറെഡി ഫെമിലർ ആയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളൊരു തെർമോഡൈനാമിക്സ് സിസ്റ്റത്തിൻ്റെ 3 വേരിയബിൾസിനെ, അതായത് തെർമോഡൈനാമിക്സ് വേരിയബിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ പറയാൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐഡിയൽ ഗ്യാസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, PV = nRT. ഈ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് PV = nRT. ഫോർ റിയൽ ഗ്യാസ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ചും കൂടി ബിഹേവിയറിൽ മാറ്റമുള്ള ആൾക്കാരാണ് റിയൽ ഗ്യാസ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസ്, P + A/V² × V - V = RT. ഇതാണ് റിയൽ ഗ്യാസിനുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. നിങ്ങളിപ്പം തെർമോഡൈനാമിക്സിൽ നമ്മളിപ്പം PV ഡയഗ്രാംസ് കണ്ടിട്ടുണ്ട്, PT ഡയഗ്രാംസ്, അതായത് P ഏതിലെടുക്കുക, Y ആക്സിസിൽ, ആൻഡ് V X ആക്സിസിൽ എടുത്ത് നമ്മൾ ഗ്രാഫുകളൊക്കെ പ്ലോട്ട് ചെയ്യാറുണ്ട്. കാർനോട്ട് എഞ്ചിനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മളൊരു തെർമോഡൈനാമിക്സ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഒരു ഡയഗ്രമാറ്റിക്കലി കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡയഗ്രാംസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അത് നമുക്ക് 2 വേരിയബിൾസ് തമ്മിലാണ് പ്ലോട്ട് ചെയ്യുക. അത് Pയും Vയും വെച്ച് പ്ലോട്ട് ചെയ്യാം, Pയും Tയും വെച്ച് പ്ലോട്ട് ചെയ്യാം, Tയും Sഉം വെച്ച് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് ആ പോയിന്റ് എന്ന് പറയുന്നത് ആ തെർമോഡൈനാമിക്സ് സിസ്റ്റത്തിൻ്റെ ആ പ്രഷറിലും വോളിയത്തിലുള്ള സ്റ്റേറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് Pയും Vയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ A പറഞ്ഞ പോയിന്റിൽ അതിൻ്റെ പ്രഷർ എന്തായിരിക്കും? P1, ആൻഡ് അതിനൊരു വോളിയം V1. അപ്പോൾ ഈ A എന്ന് പറയുന്നത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് സിസ്റ്റം. ആ Pയിലും Vയിലും ഉള്ള അതിൻ്റെ സ്റ്റേറ്റാണ് A പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്സ്? അതായത് ഈ നമ്മൾ പറഞ്ഞ തെർമോഡൈനാമിക്സ് വേരിയബിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതിൻ്റെ സ്റ്റേറ്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എയും ബിയും, അതായത് എ പറഞ്ഞ ഒരു സ്റ്റേറ്റാണ്, ബി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റാണ്.
ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ. അതായത് ബിന്ന് എയിലേക്ക് എത്താൻ, ബി പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് അത് എ പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്താൻ ഏതോ ഒരു പ്രോസസ്സിൽ കൂടെ എന്തോ ഒരു വഴി സ്വീകരിച്ചു. അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് പ്രോസസ്സ് എന്ന് വിളിക്കുക. ഇവിടെ ബിന്ന് എയിലേക്ക് എത്താൻ എടുത്ത ഒരു മെത്തേഡാണ്, അവിടേക്ക് എത്താൻ വേണ്ടി അതിന് പോയ പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. അത് നമ്മളിങ്ങനെ എന്താണെന്ന് കാണുന്നുണ്ട്, ഐസോതെർമൽ പ്രോസസ്സ്. അതൊരു തെർമോഡൈനാമിക് പ്രോസസ്സാണ്. ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഈ ലൈൻ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഒരു ലൈൻ സൂചിപ്പിക്കുന്നത് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകളുണ്ട്. അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സുകളുണ്ട്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു കണ്ടീഷൻ, അതായത് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും അതിൽ ആക്ട് ചെയ്യാത്ത സമയത്ത്. അങ്ങനെയൊക്കെ നമുക്ക് വെക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫോഴ്സ് അതിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ഒരു അഡീഷണൽ ആയിട്ട് വരും. അങ്ങനെ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അത് ആ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ളൊരു കണ്ടീഷൻ അധികം മീറ്റ് ചെയ്യാതെ വരും. കാരണം അതിലെന്ത് കൂടും, ആക്സിലേറ്റഡ് മോഷൻസ് കൂടും. നമ്മൾ കൈനറ്റിക് തിയറിയിലൊക്കെ കാണുന്നതാണ്. കൈനറ്റിക് തിയറി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഈ ഇക്വിലിബ്രിയം അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുന്ന നമ്മളൊരു അസംഷണൽ ആയിട്ടുള്ളൊരു കേസാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീംലി സ്ലോ ആയിട്ടുള്ള, അത്രയും ഇൻഫിനിറ്റിസ്മലി സ്ലോ ആയിട്ടുള്ള ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അത്രയും സ്ലോ ആയിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അതായത് അത്രയും ആ സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഒരു മെക്കാനിക്കലായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസും അതിൽ വന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻ അൺസാറ്റിസ്ഫൈഡ് ആവാത്ത തരത്തിൽ അത്രയും സ്ലോ ആയി ആ പ്രോസസ്സ് നടക്കുന്നതിനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോ പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി വെച്ചിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. എ പ്രോസസ് ഇൻ വിച്ച് പി ആൻഡ് വി ചേഞ്ച്, പിയും വിയും പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യാം, പക്ഷേ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് അപ്പോൾ അതിന് എന്ത് പറയാൻ പറ്റും, പി വി സി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പക്ഷേ ഹീറ്റ് നമുക്കവിടെ ഡെൽറ്റ സീറോ ഹീറ്റ് ചേഞ്ച് നടക്കാം. ഹീറ്റ് ചേഞ്ച് നടന്നാലേ ടെമ്പറേച്ചർ സെയിം കോൺസ്റ്റൻ്റ് ആക്കി നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. പി വി സി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അങ്ങനത്തെ പ്രോസസ്സുകളെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്, ഐസോതെർമൽ പ്രോസസ്സ്. ഇനി അഡയാബാറ്റിക് പ്രോസസ്സുകളുണ്ട്. അഡയാബാറ്റിക് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ നടക്കില്ല. ഒരു ഹീറ്റ് ലീവ് ചെയ്യൂല സിസ്റ്റത്തിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യൂല. അങ്ങനത്തെ പ്രോസസ്സുകളാണ് അഡയാബാറ്റിക് പ്രോസസ്സ്. ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു സീറോ. ഇവിടെ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പി വി സി ഈക്വൽ ടു എൻ ആർ ടി ആണല്ലോ. അപ്പോൾ അതിന്ന് നമുക്ക് പി വി സി ഈക്വൽ ടു എൻ ആർ ടിയിൽ എൻ സി ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ പി വി സി ഈക്വൽ ടു ആർ ടി. അതിന് നമുക്ക് എന്തിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം, പിക്കുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം, ആർ ടി ബൈ വി. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആർ ടി ബൈ വി ഇൻറ്റു വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ പിന്നെ പവറുകൾ നമ്മൾ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു കെ ബൈ ആർ. അപ്പോൾ ഈ കെ പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ്. അതുപോലെ തന്നെ പി റേസ് ടു 1 മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതും അഡയാബാറ്റിക്കിൻ്റെ ഡിഫറെൻറ്റ് 3 ഇക്വേഷൻസ്. ഇപ്പോൾ പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ടി വി റേസ് ടു ഗാമ മൈനസ് 1 എ കോൺസ്റ്റൻറ്റ്, പി റേസ് ടു 1 മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ 3 ഇക്വേഷൻസാണ് അഡയാബാറ്റിക് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഐസോതെർമലിൻ്റെയും അഡയാബാറ്റിക്കിൻ്റെയും ഗ്രാഫുകളാണ്. ഫസ്റ്റ് എ ടു ബി എന്ന് പറയുന്ന അതാണ് ഐസോതെർമലിൻ്റെ ഗ്രാഫ്, ഐസോതേം എന്ന് വിളിക്കും നമ്മൾ. എ ടു സി കാണിച്ചിരിക്കുന്നതാണ് അഡയാബാറ്റിക് പ്രോസസ്സിനുള്ള ഗ്രാഫ്. ഇനി ഐസോബാറിക് പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതായിരിക്കും കോൺസ്റ്റൻറ്റ്, ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലേ. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻറ്റ്, പ്രഷർ സെയിം. അപ്പോൾ
പ്രഷർ കോൺസ്റ്റൻ്റായി വെച്ചുകൊണ്ട് നടക്കുന്ന പ്രോസസ്സുകളാണ് ഐസോബാറിക് പ്രോസസ്സ്. ആൻഡ് ഐസോകോറിക് പ്രോസസ്സുകളുണ്ട്, വോളിയം കോൺസ്റ്റൻ്റാക്കി വെച്ച് നടത്തുന്ന പ്രോസസ്സുകൾ. ഇവിടെ രണ്ടിൻ്റെയും ഫിഗറുകളുണ്ട്. അതായത് നമ്മൾ പി വി ഡയഗ്രത്തിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിംഗിൾ വാല്യൂ ഓഫ് പി അല്ലേ. അപ്പോൾ വിക്ക് പാരലൽ ആയിട്ടുള്ളൊരു ലൈൻ എ ബി, അതാണ് ഐസോബാറിക്കിൻ്റെ ലൈൻ. ഇനി നെക്സ്റ്റ് ബിയിൽ ഐസോ കോറിക് പ്രോസസ്സിൻ്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതായത് വി ഒരേ വാല്യൂവിലാണ് നിൽക്കുക, അതായത് ഒരു വേർട്ടിക്കൽ ലൈനിൽ കാണിച്ചിട്ടുള്ളതാണ് ഐസോകോറിക് പ്രോസസ്സിൻ്റെ ഗ്രാഫ്. ഇനി പാത്ത് ഫങ്ഷൻസ് ഉണ്ട്,